ലേശം ലേശമൊക്കെ ഉളുപ്പ് നല്ലതാണ്. തെറ്റില്ലാത്ത സ്റ്റാർഡം ഉണ്ടാക്കിയെടുത്ത് സൂപ്പർ സ്റ്റാറിൻ്റെ മകളെയും കെട്ടി അങ്ങനെ ലോകത്ത് ആദ്യമായി അമ്മായിയപ്പനെ അനുകരിക്കുന്ന ഒരു നെപ്പോ കിഡ് പിറക്കുന്നു. അതൊന്നും പ്രശ്നമില്ല, ഇടയ്ക്ക് നല്ല സിനിമകൾ തരുന്നുണ്ടായിരുന്നു. ഇന്ന് കഥ അതല്ല. ധനുഷ് ഡയറക്റ്റ് ചെയ്ത അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമകളെല്ലാം വൈഫിൻ്റെ പേരിൽ ചെയ്തത് ഉൾപ്പെടെ പകുതി വെന്ത ഇഡലികളായിരുന്നു. ഇത് പകുതി പോലും വേവാത്ത പച്ചമാവ് കലക്കി വെച്ചിരിക്കുന്ന ഇഡലിക്കടൈ. താൻ കൊണ്ടുവന്നവനും തനിക്ക് ശേഷം വന്നവനും എല്ലാം കയറി വന്നപ്പോൾ ഫ്രസ്ട്രേഷൻ മൂത്ത് ഓഡിയോ ലോഞ്ചിൽ മുൻ അമ്മായിയപ്പനെ അനുകരിച്ച് പേക്കൂത്തുകൾ കാണിച്ച് കൊണ്ടുപോയി ഇറക്കുന്നത് ഇമാതിരി ഐറ്റംസാണ്. ഇതിൻ്റെ പ്രൊമോഷനായിരുന്നു ഏറ്റവും രസം. ചിന്ന വയസ്സിലെ ഇഡലി സാപ്പിട വക്കില്ലേ. അതായത് ധനുഷിൻ്റെ അച്ഛൻ സംവിധായകനായിരുന്നിട്ട് കൂടി അയാൾ എന്തുകൊണ്ട് ഇവനെ പട്ടിണിക്കിട്ടു എന്താണാവോ. ഇല്ലാത്ത ദാരിദ്ര്യം പറഞ്ഞാലൊന്നും നീ രജനി ആവൂല കുട്ട. വലിയ ഇഡലി ചുടലുകാരനാണ് രാജ് കിരൺ. പേരും പ്രശസ്തിയും പച്ചമണ്ണ് തമിഴ് മണ്ണ് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പുറത്തേക്ക് പോകുന്നു മകൻ ധനുഷ്. പൈസി നീ കിസുമത്ത് കിസുമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് സാധനം. ധനുഷ് പുറത്തുപോയി വലിയൊരു മുതലാളിയുടെ പ്രിയങ്കരനായി വേലൈക്കാരനാകുന്നു. സത്യരാജാണ് ആ മുതലാളി. മുതലാളിയുടെ മകൾ ധനുഷിൻ്റെ ശുഷ്കാന്തി കണ്ട് അവനെ കെട്ടാൻ മുട്ടി നിൽക്കുന്നു. മുതലാളിക്കും കുഴപ്പമൊന്നുമില്ല. കാശുള്ളത് കൊണ്ട് മാത്രം വഴിവിട്ട് നടക്കുന്ന മുടിയനായ പുത്രൻ വില്ലൻ അരുൺ വിജയ്. ഇവന് ധനുഷിനെ ഇഷ്ടമേ അല്ല. ഈ റോൾ ചെയ്തതിലും ഭേദം പണിയില്ലാതെ വീട്ടിയിരിക്കുന്നായിരുന്നു ആസ് എ അരുൺ വിജയ് ഫാൻ. മുതലാളിയുടെ മകളുമായി കല്യാണം ഉറപ്പിച്ച് വെച്ചപ്പോൾ ഇഡലിക്കടൈ രാജ് കിരൺ പടമാകുന്നു. കാണാൻ വന്നപ്പോൾ അമ്മയും. ധനുഷിന് മാനസാന്തരമുണ്ടാകുന്നു. കാശ് വലുതല്ല, പച്ച തമിഴ് പാസം വലുതാണെന്ന് കാണിക്കാൻ തൻ്റെ പെട്ടി ഇഡലിക്കട തുടങ്ങുന്നു. എവിടുന്നോ വലിഞ്ഞു കയറി പകുതി വെളുപ്പിച്ചും കറപ്പിച്ചും വെച്ച നായിക നിത്യാമേനോൻ എത്തുന്നു. അപ്പുറത്ത് പൊറോട്ടക്കട നടത്തുന്ന സമുദ്രക്കനി കൊടൂര വില്ലൻ. പണ്ട് ഇഡലി തിന്ന മെമ്മറിയുള്ള പാർത്ഥിവൻ വില്ലനും എന്നാൽ നല്ലവനും. മകളെ ഉപേക്ഷിച്ച് ചോദിക്കാൻ ആ മില്യണയർ ഫാമിലി നാട്ടിൽ ഇവൻ്റെ പെട്ടിക്കടയ്ക്ക് മുമ്പിൽ ടെൻറ്റ് കെട്ടി ധർണ നടത്തുന്നു. പ്രൊഫഷണൽ കിക്ക് ബോക്സർ കൂടിയായ അരുൺ വിജയ് ധനുഷിൻ്റെ കയ്യിൽ നിന്ന് ഇടി മേടിക്കുന്നു. അതൊരു ഭയങ്കര പ്രതികാര കഥയാകുന്നു. എല്ലാവരെയും അഹിംസയുടെ കഥ പറഞ്ഞ് ധനുഷ് ത്യാഗിത്തരങ്ങൾ കാണിച്ച് രജനീകാന്ത് ആവാൻ വീണ്ടും ശ്രമിക്കുന്നു. അവിടെ ഒന്നിടിച്ചു തോപ്പിച്ചാലേ ഹീറോയിസും ആവും കേട്ടോ. എൻ രസികர்கள் തീപ്പന്തമായി എരിഞ്ചിട്ടിരിക്കുന്ന വരേക്കും ഒരു ചെങ്കല്ല കൂടെ പുടുങ്ക മുടിയാതെ ശിവകാർത്തികേയനോട് ഫോൺ വിളിച്ച് പറയാനുള്ളതൊക്കെ സിനിമയിലും ഓഡിയോ ലോഞ്ചിലൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട്. യാതൊരുവിധ കാരണവുമില്ലാതെ ധനുഷിന് വേണ്ടി ആ നാട്ടിലെ ആളുകൾ ചാവാനും കൊല്ലാനും റെഡിയാകുന്നു. ഇഡലി പ്രേമമായിരിക്കാം. ഞാൻ സൂപ്പർ സ്റ്റാർ ആണ് എന്ന് കാണിക്കാനും പച്ചത്തമിഴ് പാസം കുറുക്കിയാലെ ഹിറ്റടിക്കും എന്നും ചിന്തിച്ച് എന്നതാണോ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ധനുഷ് ഉദ്ദേശിച്ച ആശയം പണവും പ്രതാപവും നമുക്കെന്തിനാ, കുറച്ച് മണ്ണ് വാരി തിന്ന്, അതാണ്ടാ തമിഴ്. നല്ല ആക്ടറാണ്. അനുകരണവും ഫ്രസ്ട്രേഷനും മാറ്റിവെച്ച് ഇനിയെങ്കിലും അറിയാവുന്ന പണി ചെയ്യട്ടെ. ഓഡിയോ ലോഞ്ചിൽ ദാരിദ്ര്യ കഥയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നവനെ കൊണ്ട് കഥ എഴുതിക്കാൻ ശ്രമിക്കുക. അപ്പോഴെങ്കിലും എന്തെങ്കിലും മാറ്റം വരും.